Hello everyone, welcome to my classes. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ UGC NET പേപ്പർ 1 250 PYQ സീരീസിന്റെ ഭാഗമായിട്ട് ICT റിലേറ്റഡ് ആയിട്ടുള്ള 5 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. 2024 ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായി നടന്നിട്ടുള്ള UGC NET എക്സാമിനും അതുപോലെ 2025 ജാനുവരിയിൽ നടന്നിട്ടുള്ള UGC NET എക്സാമിനും പല ഷിഫ്റ്റുകളിലായിട്ട് ICT റിലേറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. മാച്ച് ദ ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1 നമുക്ക് എറർ മെസ്സേജ് ഇൻ MS Excel ആണ് തന്നിരിക്കുന്നത്. അതുപോലെ ലിസ്റ്റ് 2 എറർ ഡീറ്റെയിൽസ് ആണ് തന്നിട്ടുള്ളത്. സോ ലിസ്റ്റ് 2 തന്നിട്ടുള്ള ചില എറേഴ്സ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എക്സലിൽ എങ്ങനെയാണ് അതിൻ്റെ റിസൾട്ട് വരിക എന്നതാണ് ലിസ്റ്റ് 1 കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഓരോന്ന് നോക്കാം. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് when a formula contains a cell reference that points to an invalid cell. അതായത് നമ്മളൊരു ഫോർമുല ടൈപ്പ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ റെഫറൻസ് ആയിട്ട് കൊടുക്കുന്ന ഒരു സെൽ എന്ന് പറയുന്നത് ഇൻവാലിഡ് സെല്ലാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിന്റെ റിസൾട്ട് എന്താണ് ആ സെല്ലിൽ കാണിക്കുക എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഏതായിരിക്കും വരിക? അതിൽ ഓപ്ഷൻ സി, അത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം അല്ലെ, ഹാഷ് റെഫറൻസ് എന്ന് പറഞ്ഞിട്ടാണ് തന്നിട്ടുള്ളത്. സോ അതായിരിക്കും ആൻസർ ആയിട്ട് വരിക. അപ്പോൾ സി ആയിരിക്കും 1 എന്ന് പറയുന്നത്. സോ സി 1 വരുന്നത് സെക്കൻഡ് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, അതായിരിക്കും ആൻസർ. എന്നാലും നമുക്ക് ബാക്കി നോക്കാം. സോ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് when you divide a number by a cell that points to a blank cell. നമ്മൾ ഡിവിഷൻ ആണ് ചെയ്യുന്നത്. സോ ഡിവിഷൻ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുകയാണ്, നമ്മൾ സെലക്ട് ചെയ്യുന്ന സെല്ലുണ്ടല്ലോ, സെലക്ട് ചെയ്യുന്ന സെല്ല് ബ്ലാങ്ക് സെല്ലാണ്, അതിൽ നമ്പേഴ്സ് ഒന്നും ഇല്ല. അപ്പം അങ്ങനെയാണെങ്കിൽ അത് എന്ത് എറർ എന്താണ് കാണിക്കുക എന്നാണ് ചോദിക്കുന്നത്. സോ സെക്കൻഡ് വണ്ണിൻ്റെ ആൻസർ എന്താ വരിക? ഡിവിഷൻ ചെയ്യുന്ന സമയത്താണ് അല്ലേ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് വരിക. ഡിവിഷൻ ഹാഷ് ഡിവിഷൻ ബാർ എന്ന് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ ബാർ 0 എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതാണ് ആൻസർ ആയിട്ട് വരിക. അപ്പോൾ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഡി ആയിരിക്കും. ഡി ആണ് 2 വരുന്നത്. സെക്കൻഡ് ഓപ്ഷൻ തന്നെയാണ്. ദി തേർഡ് വൺ when an arithmetical formula contains text instead of numbers. അപ്പോൾ അത് ഏതായിരിക്കും വരിക? ബി ആയിരിക്കും, ഓപ്ഷൻ ബി, അതായത് ഹാഷ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഫോർത്ത് വൺ ഉണ്ട് when the cell contains such a large number of numbers that the result cannot be displayed. അതായത് നമുക്ക് ഒരു സെല്ലിൽ റിസൾട്ട് എന്ന് പറയുന്നതിൽ ഒരുപാട് നമ്പേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് എന്താ പറയുക, ആ ഒരു സെല്ലിൽ ഉൾക്കൊള്ളുന്നതിനും കൂടുതലായിട്ടുള്ള നമ്പേഴ്സ് അതിൻ്റെ ആൻസറിൽ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ആൻസർ ഷോ ചെയ്യുക ആ സെല്ലിൽ? ഓപ്ഷൻ എ ആയിരിക്കും വരിക. ഓക്കെ, ഹാഷ് 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 എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ എ എന്ന് പറയുന്നതാണ് 4 വരുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് സെക്കൻഡ് ഓപ്ഷൻ ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. സോ നമുക്കിവിടെ ലിസ്റ്റ് 1 ഡിഫറെൻറ്റ് ആപ്പുകളുടെ പേരാണ് തന്നിട്ടുള്ളത്. അതുപോലെ ലിസ്റ്റ് 2 യൂസ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനെ നമ്മളൊന്ന് അറേഞ്ച് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ലിസ്റ്റ് 1 എ എന്ന് പറയുന്നത് ലാബ്സ്റ്റർ, ബി ഗൂഗിൾ എർത്ത്, സി കഹൂട്ട് ആൻഡ് ഡി പോൾ എവറിവർ. ഇനി നമുക്ക് ലിസ്റ്റ് 2 യൂസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ റിയൽ ടൈം പോളിംഗ്, സെക്കൻഡ് വൺ വെർച്വൽ ലാബ്സ് ആൻഡ് സിമുലേഷൻ, തേർഡ് വൺ വെർച്വൽ ഫീൽഡ് ട്രിപ്സ് ആൻഡ് ജിയോഗ്രഫിക്കൽ എക്സ്പ്ലോറേഷൻ, ഫോർത്ത് വൺ ഓൺലൈൻ ക്യൂസസ് ആൻഡ് അസസ്മെന്റ്. അപ്പോൾ ഒന്ന് മാച്ച് ചെയ്യാണ് വേണ്ടത്. സോ ഫസ്റ്റ് വൺ റിയൽ ടൈം പോളിംഗ്, അത് നമുക്ക് ആ ഒരു ഓപ്ഷൻ തന്നെ മനസ്സിലാക്കാം അല്ലേ, പോൾ എവറിവെയർ ആയിരിക്കും വരിക. അപ്പോൾ ഡി ആണ് 1 വരുന്നത്. ഡി 1 വരുന്ന 2 ഓപ്ഷൻസ് ഉണ്ട്. സെക്കൻഡ് വൺ വെർച്വൽ ലാബ്സ് ആൻഡ് സിമുലേഷൻ വരുന്നത് ഏതായിരിക്കും? ലാബ്സ്റ്റർ ആയിരിക്കും അല്ലേ. അപ്പോൾ A2 ആയിരിക്കും വരിക. സോ A2 വരുന്ന തേർഡ് ഓപ്ഷനേ ഉള്ളൂ, അപ്പോൾ അതായിരിക്കും ആൻസർ. ഈ തേർഡ് വൺ പറയുന്നത് വെർച്വൽ ഫീൽഡ് ട്രിപ്സ് ആൻഡ് ജിയോഗ്രഫിക്കൽ എക്സ്പ്ലോറേഷൻ, അത് ഗൂഗിൾ എർത്ത് ആയിരിക്കും വരിക. ഓക്കെ, അപ്പോൾ ബി എന്ന് പറയുന്നതായിരിക്കും തേർഡ് വൺ, ബി 3 ആയിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഓൺലൈൻ ക്യൂസസ് ആൻഡ് അസസ്മെന്റ്. സോ അത് വരുന്നത് കഹൂത്ത്, സി എന്ന് പറയുന്ന ഓപ്ഷൻ, C4. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് തേർഡ് ഓപ്ഷൻ ആയിരിക്കും. ഇനി നമുക്ക് നെക്സ്റ്റ് വൺ നോക്കാം. ഐഡന്റിഫൈ ദ സീക്വൻസ് ഓഫ് വേർഡ്സ് A to E that correctly fills the blanks in the following paragraph. സോ നമുക്കിനി പാരഗ്രാഫ് വായിക്കാം. An operating system that uses windows, icons, menus and pointers for human-computer interaction is known as. എന്താ അതിന് പറയുക? ഹ്യൂമൻ കമ്പ്യൂട്ടർ ഇൻറ്ററാക്ഷന് വേണ്ടിയിട്ട് വിൻഡോസ്, ഐക്കൺ, മെനൂസ് ആൻഡ് പോയിന്റേഴ്സ് യൂസ് ചെയ്യുന്നു. സോ അതിന് നമ്മൾ പറയുക ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ്, GUI എന്നാണ് പറയുക അല്ലേ. അപ്പോൾ ഓപ്ഷൻ സി ആണ് വരിക, ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ്. പോസ്റ്റ് WIMP ഇൻ്റർഫേസസ്. എന്താ ഈ WIMP എന്ന് പറയുന്നത്? ഇപ്പോൾ നമ്മൾ മുകളിൽ പറഞ്ഞില്ലേ, വിൻഡോസ്, ഐക്കൺസ്, മെനൂസ് ആൻഡ് പോയിന്റേഴ്സ്, അതിൻ്റെ ഷോർട്ട് ഫോം ആണ് WIMP എന്ന് പറയുന്നത്. സോ ദീസ് ഇൻ്റർഫേസസ് ഫൗണ്ട് ഓൺ ഡിവൈസസ് ലൈക്ക് iPad, iPod ആൻഡ് മൊബൈൽ ഫോൺ മേക്ക് യൂസ് ഓഫ് ഡാഷ് ടെക്നോളജി. നമുക്കറിയാം അല്ലേ, ഐപോഡിലും ഐപാഡിലും മൊബൈൽ ഡിവൈസസിലൊക്കെ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ടെക്നോളജി ഏതാണ്? ടച്ച് സ്ക്രീൻ ടെക്നോളജിയാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് വരിക, ടച്ച് സ്ക്രീൻ ടെക്നോളജി. Use of touch screen technology that allow us to use our fingers to select icons and menus. Post WIMP interfaces
allow us to use dash rotating and swiping techniques. അവിടെ ഏത് ഓപ്ഷനാണ് വരിക? ഇപ്പം നമ്മൾ പറഞ്ഞു CA അല്ലേ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷനും ഫോർത്ത് ഓപ്ഷനും ആണ്. അതിൽ അവർ തന്നിട്ടുണ്ട് നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് E ആണ് വരിക എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പിഞ്ചിങ് ആയിരിക്കും. അപ്പോൾ ആ ഒരു ഡാഷിൽ വരുന്നത് പിഞ്ചിങ് എന്നാണ്. ഓക്കെ. So WIMP interfaces allow us to use pinching, rotating and swiping techniques. The technology that allows users to store documents, programs and data on internet is known as dash. എന്താ പറയുക? ഓപ്ഷൻ ബി ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആണ് ആൻസർ ആയിട്ട് വരിക. സോ എന്താണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത് the technology that allow users to store documents, programs and data on internet. Okay. So documents created using Google Docs are stored dash on the internet and can be accessed anywhere at any time. So എവിടെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? ആൻസർ എന്ന് പറയുന്നത് റിമോട്ട്ലി എന്നായിരിക്കും അല്ലെ. ഡോക്യുമെന്റ്സ് ആർ സ്റ്റോർ റിമോട്ട്ലി ഓൺ ദ ഇന്റർനെറ്റ് ആൻഡ് ക്യാൻ ബി ആക്സസ്ഡ് എനിവർ അറ്റ് എനി ടൈം. ഓക്കെ. അപ്പോൾ ഇതാണ് ആ പാരഗ്രാഫ് എന്ന് പറയുന്നത്. സോ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ 4 ആയിരിക്കും, CAEBD. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which of the following are correct in the context of network security? സോ നമുക്കിവിടെ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത് ഏതൊക്കെയാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ നോക്കാം. വൈറസ്, വേംസ് ആൻഡ് ട്രോജൻ ഹോഴ്സ് ആർ എക്സാമ്പിൾസ് ഓഫ് മാൽവെയേഴ്സ്. വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ, ഇതിന് തൊട്ട് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ മാൽവെയേഴ്സ് എന്നുള്ളൊരു ടോപ്പിക്കിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് മാൽവെയേഴ്സ്, അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാൽവെയേഴ്സ് എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരെങ്കിലും ആ വീഡിയോസ് കാണാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ കാണാം കേട്ടോ. കാരണം മാൽവെയർ എന്ന് പറയുന്നത് ICT റിലേറ്റഡ് ആയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്. ഓക്കെ. അപ്പോൾ ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത് കറക്റ്റ് ആണ്. ഇനി നമുക്ക് സെക്കൻഡ് വൺ നോക്കാം. Trojan horse is a non-self-replicating malicious software. അതും കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ. അപ്പോൾ ഇതിനെല്ലാം പറ്റിയിട്ട് വൈറസ്, വേംസ്, ട്രോജൻ ഹോഴ്സ് ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഓപ്ഷൻ നോക്കാം. ആഫ്റ്റർ റിസീവിംഗ് പേയ്മെന്റ് ഇഫ് ദ പ്രൊഡക്റ്റ് ഈസ് നോട്ട് ഡെലിവേർഡ് ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഫിഷിംഗ്. അത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. എന്താണ് ഫിഷിംഗ് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനി ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ഇൻ HTTPS S stands for secure, കറക്റ്റ് ആണ്. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് A, B and D ആണ്. അപ്പോൾ ഓപ്ഷൻ 4 ആണ് ഇവിടെ ആൻസർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മാച്ച് ദ ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ഇവിടെ ലിസ്റ്റ് 1 നമുക്ക് കുറച്ച് നെറ്റ്വർക്ക് ഡിവൈസസ് ആണ് തന്നിട്ടുള്ളത്. ലിസ്റ്റ് 2 കുറച്ച് ഫംഗ്ഷൻസ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനെ മാച്ച് ചെയ്യാണ് വേണ്ടത്. നമുക്ക് ലിസ്റ്റ് 1 നോക്കാം. നെറ്റ്വർക്ക് ഡിവൈസസ് ഇവിടെ തന്നിട്ടുള്ളത് ബ്രിഡ്ജ്, റൂട്ടർ, ഗേറ്റ്വേ ആൻഡ് എതർനെറ്റ് ഇതിനാണ് തന്നിരിക്കുന്നത്. ഇനി ഫംഗ്ഷൻസ് പറഞ്ഞിട്ടുണ്ട്, അതനുസരിച്ച് ഒന്ന് മാച്ച് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡിവൈസ് ദാറ്റ് ക്യാൻ റിസീവ് ദ ഡാറ്റ, അനലൈസ് ഇറ്റ് ആൻഡ് ട്രാൻസ്മിറ്റ് ഇറ്റ് ടു അതർ നെറ്റ്വർക്ക്. റിസീവ് ചെയ്യാൻ പറ്റും ഒരു ഡിവൈസ്. ഈ ഡിവൈസിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഡാറ്റ റിസീവ് ചെയ്യാം, അതിനെ അനലൈസ് ചെയ്യാം, എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അതർ നെറ്റ്വർക്കിലേക്ക് എന്ത് ചെയ്തു കൊടുക്കുന്നു? ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഏത് ഡാറ്റയാണ് വന്നത് അത് മനസ്സിലാക്കി അതിനെ ഏത് റൂട്ടിലേക്കാണോ പോകുന്നത് അതിലേക്ക് എന്ത് ചെയ്യുന്നു? ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. അപ്പോൾ അത് ഏതാ വരിക ആൻസർ എന്നുള്ളത്? ആൻസർ ബി ആയിരിക്കും വരിക. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബി, റൂട്ടർ ആണ് വരിക. ഓക്കെ. ഇനി സെക്കൻഡ് വൺ നോക്കാം. സെറ്റ് ഓഫ് റൂൾസ് ദാറ്റ് ഡിസൈഡ് ഹൗ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് അതർ ഡിവൈസസ് കണക്ട് വിത്ത് ഈച്ച് അതർ ത്രൂ കേബിൾ ഇൻ എ ലാൻ. ഓക്കെ. റൂൾസ് സെറ്റ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഹൗ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് അതർ ഡിവൈസസ് കണക്ട് വിത്ത് ഈച്ച് അതർ ത്രൂ കേബിൾസ് ഇൻ ലാൻ. ലാനിൽ എങ്ങനെയാണ് കമ്പ്യൂട്ടേഴ്സും അതർ ഡിവൈസസും കണക്ട് ചെയ്യേണ്ടത് അതിനെ പറ്റിയിട്ടുള്ള റൂളുകൾ സെറ്റ് ചെയ്യുന്നു. അപ്പോൾ അത് ഏതാ വരിക? ഓപ്ഷൻ ഡി ആണ്, എതർനെറ്റ് ആണ് വരിക. ഓക്കെ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഡി ആണ് വരുന്നത്. ഇനി തേർഡ് വൺ നോക്കാം. സെർവ്സ് ആസ് ദ എൻട്രി ആൻഡ് എക്സിറ്റ് പോയിന്റ് ഓഫ് എ നെറ്റ്വർക്ക്. എൻട്രി ആൻഡ് എക്സിറ്റ് പോയിന്റ് ആയിട്ട് സെർവ് ചെയ്യുന്നത് ഏതായിരിക്കും? ഗേറ്റ്വേ ആയിരിക്കും അല്ലേ. അപ്പോൾ C3 ആണ് വരുന്നത്. ഫോർത്ത് വൺ എന്ന് പറയുന്നത് ഡിവൈസ് ദാറ്റ് കണക്ട് വൺ ലാൻ ടു അനദർ ലാൻ ദാറ്റ് യൂസസ് ദ സെയിം പ്രോട്ടോകോൾ. സോ അത് ഏതായിരിക്കും വരിക? എ ആയിരിക്കും, ബ്രിഡ്ജ് ആയിരിക്കും വരിക. ഓക്കെ. അപ്പോൾ എ എന്നുള്ളത് 4. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ 3 ആയിരിക്കും. സോ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ 5 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ലേണേഴ്സ്.